നമസ്കാരം. ഓൺലൈനായി ഏകജാലക സംവിധാനത്തിലൂടെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ വീഡിയോയുടെ രണ്ടാം ഭാഗം. ഏകജാലക പ്രവേശനത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അപേക്ഷിക്കുന്നതിന് മുമ്പായി പ്രോസ്പെക്ടസ് വിശദമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലാകാനും അതുപോലെ തന്നെ ഏകജാലക പ്രവേശന പ്രക്രിയയിൽ നിന്ന് പുറത്താകാനും സാധ്യതയുണ്ട്. പ്രോസ്പെക്ടസ് ലഭിക്കുന്നതിനായി hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് തുറക്കുക. അപ്പോൾ ഓപ്പണായി വരുന്ന പേജിൽ വ്യൂ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രോസ്പെക്ടസിൻ്റെയും അനുബന്ധങ്ങളുടെയും ലിങ്കുകൾ ലഭ്യമാകും. അതിൽ നിന്നും പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായ പ്രോസ്പെക്ടസ് നമുക്ക് വായിക്കാവുന്നതാണ്. ആർക്കൊക്കെയാണ് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് യോഗ്യതയുള്ളത് എന്ന് മനസ്സിലാക്കാം. SSLC, CBSE, ICSE, THSLC സ്കീമുകൾ വഴി 10ാം ക്ലാസ് പാസ്സായവർക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. CBSE പഠിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CBSEയിൽ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് പാസ്സായവർക്ക് മാത്രമേ ഹയർ സെക്കൻഡറിയിൽ മാത്തമാറ്റിക്സ് ഉള്ള സയൻസ് കോമ്പിനേഷനുകളിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പൺ സ്കൂൾ സംവിധാനങ്ങളിലൂടെ 10ാം ക്ലാസ് പാസ്സായവർക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ലഭിക്കുകയില്ല. ഏകജാലക സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി നമുക്ക് മനസ്സിലാക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഓപ്പണായി വരുന്ന hscapൻ്റെ ഹോം പേജിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന ജില്ല സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം ലഭിക്കുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി തെറ്റുകൾ കൂടാതെ ഈ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കണം. ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിൻ്റേതോ ആകാം. OTP പോലെയുള്ള സന്ദേശങ്ങൾ ഈ മൊബൈൽ നമ്പറിലേക്കാണ് ലഭിക്കുക. രജിസ്ട്രേഷൻ ഫോമിൽ എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടിയാൽ നിങ്ങളുടെ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള അഡ്മിഷൻ നിരസിക്കപ്പെട്ടേക്കാം. രജിസ്ട്രേഷൻ ഫോമിൽ ആദ്യമായി നൽകേണ്ടത് 10ാം ക്ലാസ് പഠിച്ച സ്കീമാണ്. ഇവിടെ നൽകിയിരിക്കുന്ന നമ്പർ പ്രകാരം നിങ്ങൾ പഠിച്ച സ്കീം സെലക്ട് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ വിവരങ്ങളുടെ സംക്ഷിപ്ത രൂപം കാണാവുന്നതാണ്. ഈ വിവരങ്ങൾ ശരിയാണെങ്കിൽ സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് SMS രൂപത്തിൽ OTP ലഭിക്കുന്നതാണ്. OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് OTP ക്ലിക്ക് ചെയ്യുക. കൃത്യമായ OTP നൽകിക്കഴിഞ്ഞാൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ലഭിക്കുന്നതാണ്. പാസ്വേഡ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓർത്തുവയ്ക്കാൻ എളുപ്പമുള്ള പാസ്വേഡാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പാസ്വേഡിൽ 8-ലധികം ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ചുരുങ്ങിയത് ഒരു വലിയ അക്ഷരവും ഒരു ചെറിയ അക്ഷരവും ഒരു സംഖ്യയും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. കൃത്യമായ പാസ്വേഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോകാതെ എഴുതി സൂക്ഷിച്ചു വെക്കുക. ഏകജാലക സംവിധാനത്തിൽ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസർ നെയിമായി നൽകേണ്ടത് ആപ്ലിക്കേഷൻ നമ്പറാണ്. അതിനുശേഷം പാസ്വേഡ് നൽകുക. രജിസ്റ്റർ ചെയ്ത ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ അപേക്ഷാ ഫോം പൂരിപ്പിക്കാം. അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണം അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഏകജാലക സംവിധാനത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൃത്യസമയത്ത് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക.